പ്രതിഷേധം കടുപ്പിച്ച് വുമൺ CPO ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ CPO ഉദ്യോഗാർത്ഥികളുടെ ശയനപ്രദക്ഷിണ പ്രതിഷേധം. ഏപ്രിൽ 19-ന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് പ്രതിഷേധം ശക്തമാക്കിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, അവർ നിരാഹാര സമരത്തിലാണ്. അതിനൊപ്പമാണ് ഇങ്ങനെ ശയനപ്രദക്ഷിണം ഒക്കെ നടത്തുന്നത്. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് ഇതാണ് ദുര്യോഗം. ഇതാണ് കേരളം, അല്ലേ? കൃഷ്ണ, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തലസ്ഥാന നഗരിലെ കാലാവസ്ഥകൾ മാറി മറിയുന്നൊരു കാലാവസ്ഥയായിരുന്നു. കനത്ത ചൂട്, അതിലേറെ കനത്ത മഴ. ഈ കനത്ത ചൂടിനെയും മഴയും എല്ലാം അതിജീവിച്ചുകൊണ്ട് സമരത്തിലാണ്, നിരാഹാര സത്യാഗ്രഹത്തിലാണ് 4 ദിവസമായി ഈ CPO വുമൺസ് ഉദ്യോഗാർത്ഥികൾ. ആ ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് സമരം അവരുടെ ഒരു അവകാശം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവനും സ്വപ്നം കണ്ട ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഉള്ള വിഷമം, ആ വിഷമമാണ് അല്പസമയം മുമ്പ് കണ്ടത്. ആ വിഷമം പ്രതിഷേധമായി മാറുകയും അത് ശയനപ്രദക്ഷിണമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടതാണ്. ഒട്ടേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ ഈ പരീക്ഷ എഴുതുകയും അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തത്. ഒരു അവസാനവട്ട വിശ്വാസം വരെ ഉണ്ടായിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന്. ഇനി കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സ്വപ്നം ഇല്ലാതായി പോകും. കഴിഞ്ഞ നിരവധി വിദ്യാർത്ഥികളാണ് അങ്ങനെ ഈ ഒരു അവസാന ഒരു ചാൻസായി, അവസാന സാധ്യതയായി നിലനിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. 2024 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവരെല്ലാം. ഇവരാണ് ഇപ്പോൾ ഇന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വനിതകൾക്കാണ്, അല്ലെങ്കിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. നിരവധി പേർ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഈ ശയനപ്രദക്ഷിണത്തിൽ പ്രദർശനം നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ ഉദ്യോഗാർത്ഥികൾ ഒരു ഭാഗത്ത് നിരാഹാരമിരിക്കുന്നു, മറുഭാഗത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരത്തിലിരിക്കുന്നു. അതിനിടയിലാണ് പ്രതിരോധം ശക്തമാക്കിക്കൊണ്ട് അവർ ശയനപ്രദക്ഷിണം കൂടി നടത്തി പ്രതിഷേധിച്ചത്. കഴിഞ്ഞ ഈ ഒരു കാലത്തിനുള്ളിൽ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു ഈ ഒരു ജോലി എന്നത്. ആ ജോലിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ കൂടി അസ്തമിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ എന്ത് എന്നൊരു ചോദ്യചിഹ്നം മാത്രമാണ് ഉള്ളത്. നമുക്കറിയാം, പഠിച്ച് ഇത്രയും ഒരു സ്വപ്നത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പഠിച്ച് ഈ ഒരു നേട്ടം കൈവരിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോകുന്നു, അല്ലെങ്കിൽ തങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കുന്ന ദൂരത്തെത്തിയതിനു ശേഷം അത് നഷ്ടപ്പെടുന്നൊരു വേദനയാണ് ഈ ഉദ്യോഗാർത്ഥികളെല്ലാം ഉള്ളിലുള്ളത്. ഈ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ശയനപ്രതിഷേധം നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് നിങ്ങൾ കണ്ട സ്വപ്നം, അത് എത്തിപ്പിടിക്കാനുള്ള ആ സ്വപ്നം കയ്യെത്തും ദൂരത്തെത്തി അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്തി. എന്ത് പറയുന്നു? വിഷമാണ് സാർ. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. ഏപ്രിൽ 19 വരെ 2022 നോട്ടിഫിക്കേഷൻ വന്നു. 23, 24, 25 ഈ ദിവസം വരെ എത്തി. 3 വർഷത്തെ ഞങ്ങളെ കാത്തിരിപ്പാണ് സാർ. സ്വപ്നമാണ്. പല ഏജ് ഓവറായ എത്രയോ ആൾക്കാരാണ്. ഇനി എഴുതാൻ പറ്റൂല. അതെ, ഗ്രൗണ്ടിൽ വീണും ചോര പൊടിഞ്ഞും നേടിയെടുത്തതാണ് ഞങ്ങളിത്. എത്രയോ ഡെലിവറി കഴിഞ്ഞ അമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പെയിനൊക്കെ സഹിച്ചാണ് ഇതുവരെ എത്തിയത്. ഒരു ഫിസിക്കൽ പാസ്സാവാന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഈ ഒരു അവസരം ഇല്ലാതാകുന്ന നിരവധി പേരുണ്ട്. ഒരുപാട് പേര് ലിസ്റ്റിൽ 3/4 ആൾക്കാരും ഏജ് ഓവറായ ആൾക്കാരാണുള്ളത്. ജനറൽ കാറ്റഗറി 26 വയസ്സാണ്. പലരും 26 വയസ്സ് കഴിഞ്ഞവർ. അവർക്കെല്ലാം ലാസ്റ്റ് ചാൻസാണ് സാർ ഇത്. അവസാനമായിട്ട് ശയനപ്രദക്ഷിണം നടത്തി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഞങ്ങൾ ഇനി കാണാത്ത ആൾക്കാരോ കൊട്ടാത്ത വാതിലോ നേതാക്കളോ ആരും ഇല്ല സർ. ഞങ്ങൾ പ്രതിഷേധം ഏതെങ്കിലും രീതിയിൽ അറിയിക്കണ്ടേ, എന്നെ എന്താ ചെയ്യേണ്ടതെന്നില്ല. ഞങ്ങൾ ശയനപ്രദക്ഷിണം വരെ ചെയ്തു. 15% സംവരണം ഏർപ്പെടുത്തുമെന്നായിരുന്നു പറഞ്ഞത്. അതായത് 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക്, പുരുഷ ഉദ്യോഗസ്ഥർക്ക് ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിലേക്ക് നിയമനം നടത്തുമെന്ന് പറഞ്ഞു. നിലവിൽ 56,000 ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ. കേവലം 5,000 പേർ മാത്രമാണ് വനിതാ ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. നിലവിൽ ഇനിയും ഒഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പിന്നെയും നിയമനം നടത്താൻ എന്താണ് താമസം? എന്താണ് അങ്ങനെ? അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മറുപടിയോ വിവരാവകാശം വഴി ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? വിവരാവകാശം വെച്ച നേരം 14 ഇത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് സർ. അപ്പോൾ 14 ജില്ലയിൽ
ആർ ടി വെച്ച് നേരം 570 വേക്കൻസി ഉണ്ട് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ആർ ടി കള്ളം പറയില്ലല്ലോ സർ. പക്ഷെ ഞങ്ങളിവിടെ പറഞ്ഞു ഞങ്ങൾക്ക് വേക്കൻസി ഇല്ല എന്നാ, നിങ്ങൾക്ക് ഇത്ര വേക്കൻസി ഇല്ല എന്നാണ് ഞങ്ങൾ പോയി കാണുമ്പോൾ പറയുന്നത്. വേക്കൻസി ഉണ്ടായിട്ടും വിവരാവകാശ രേഖകൾ അങ്ങനെ വ്യക്തമാക്കിയിട്ടും ഈ പാവങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണോ? പരീക്ഷ എഴുതി പാസ്സായി, കായിക ക്ഷമതയൊക്കെ പാസ്സായവരാണ്, അതിന് പരിശീലിക്കാൻ പോയവരാണ്. ആ കുട്ടി പറയുന്നതനുസരിച്ച് ഏറെ പേരും അമ്മമാരാണ്, ഏജ് ഓവറായി നിൽക്കുന്നവരാണ്. അവർക്കൊക്കെ സർക്കാർ അംഗീകാരം അർഹതയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയനപ്രദക്ഷിണം നടത്തേണ്ട ദുരവസ്ഥയിലാണ്, നിരാഹാരം കിടക്കേണ്ട അവസ്ഥയിലാണ് ആ പാവങ്ങൾ. അർഹരായവരെയെങ്കിലും പരിഗണിക്കൂ സർക്കാരെ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം.